ഹലോ, ഈ പോസ്റ്റ് കണ്ടോ നിങ്ങൾ? ഞാൻ ഈ വാർത്ത കണ്ടപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇപ്പോൾ പണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ദേശീയ ഗാനത്തിൻ്റെ മുകളിലോ വന്ദേ മാതരത്തിൻ്റെ മുകളിലോ ഉള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന പരിപാടി ഇല്ലായിരുന്നു. അതായത് ഈ പാട്ട് ആദ്യം വേണം, ഈ പാട്ട് പിന്നെ വേണം. ഉണ്ടാവും ചിലപ്പം എന്താ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ടാവും, പല റൂൾസും ഉണ്ടാവും. പക്ഷെ അത് അടിച്ചേൽപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ഇത്ര പാടുക, അത്ര പാടുക, അല്ലെങ്കിൽ ദേശീയഗാനത്തിന് ഈ അടുത്ത് തിയേറ്ററിൽ എണീറ്റ് നിൽക്കുക, ഇങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താ, എല്ലാവരും ഒരുമയോടുകൂടി ഇതൊക്കെ നല്ല റെസ്പെക്റ്റോടുകൂടി ആചരിച്ച് പോകുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതിങ്ങനെ കുറേ സംഭവങ്ങൾ റൂൾസ് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ഇത് ആൾക്കാർക്ക് ഒരു പ്രശ്നമായി മാറുന്നത്. ഇത് ശരിക്കും ഈ ഗാനങ്ങളൊക്കെ എന്തിനാണ് ഉണ്ടായത് നമ്മൾ ആലോചിച്ചാൽ മതി. പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ഉള്ള സമയത്തൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ പല ടൈപ്പ് ആളുകളുണ്ടായിരുന്നു. ചിഹ്നമായി കിടക്കുന്ന ആളുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി യൂണിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗാനങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഇപ്പോൾ എന്താണ്, ഇതിപ്പോൾ യൂണിറ്റിക്ക് വേണ്ടി, ഇതിപ്പോൾ തമ്മിൽ അടി കൂടാനുള്ള ഒരു ഗാനങ്ങളായി മാറുകയാണ്. ഫുള്ള് റെസ്പെക്റ്റ്, നാഷണൽ ആന്തത്തിനോട് റെസ്പെക്റ്റ്, വന്ദേ മാതരത്തിനോടൊക്കെ റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പക്ഷെ അത് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.